ഹലോ, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ദോശയിലാണ് തുടങ്ങുന്നത്. കണ്ട ദോശ. അപ്പോൾ ഈ ദോശ കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഇവിടെ ശരിയാക്കിയെന്നോ? ഇവിടെ ശരിയാക്കിയതല്ല. ഇവിടെ ശരിയാക്കിയെന്ന് വെച്ചാൽ ദോശ ഉണ്ടാക്കിയത് ഉണ്ടാക്കിയതാണ്. പക്ഷെ മാവ് നമ്മൾ റെഡിമെയ്ഡ് കടയിൽ നിന്ന് വാങ്ങിച്ചതാണ്. കാണിച്ചത് നോക്കിയല്ലോ, അടുപ്പിച്ച് കണ്ട അത്രയും സോഫ്റ്റ് അല്ല. നമ്മൾ കടയിൽ നിന്ന് തട്ടുകടയിൽ നിന്ന് കഴിക്കില്ല, അത്രയും സോഫ്റ്റ് അല്ല. അപ്പോൾ അടുത്ത് തന്നെ നമ്മുടെ വീട്ടിൽ റെഡിയാക്കിയിട്ട് റെഡിയാക്കണ ദോശ ഉണ്ടല്ലോ, അതിന്റെ വീഡിയോ തൊട്ടടുത്ത് തന്നെ ഒരു നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അതായത് കഴിഞ്ഞ ദിവസം വെള്ളയപ്പത്തിന്റെ വീഡിയോ ചെയ്തപ്പോൾ കാണിച്ചതുപോലെ നല്ല തട്ടിടയ്ക്ക് ഇടുന്നത് പഞ്ഞി പോലത്തെ ദോശ, ടീനയുടെ സ്പെഷ്യൽ ദോശയാണത്. അപ്പൊ അത് കാണിച്ചു തരാൻ അത് വീഡിയോ അടുത്ത് തന്നെ വരുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ഇന്നത്തെ ദോശക്ക് ഞങ്ങളുടെ സ്പെഷ്യൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ കൊണ്ടൊരു കാണിക്കും. ദോശയുണ്ട്, പിന്നെ നമുക്ക് തട്ടിട കഴിക്കുമ്പോൾ ചമ്മന്തി ഉണ്ടോ. ദോശയുടെ അടുത്ത് ചമ്മന്തിയിലേക്ക് ചമ്മന്തി അല്ല, ഉള്ളി ചമ്മന്തി, മുളക് ചമ്മന്തി എന്നൊക്കെ പറയില്ലേ, ആ സാധനം. ഇത് രണ്ടും ഇല്ലാണ്ട് എന്ത് ദോശ കഴിക്കും. പിന്നെ മെയിൻ സാധനം നമ്മുടെ എന്താ പറയാ, നീ കാണിക്കും കണ്ട നല്ല കളർഫുൾ ആയിട്ടുള്ള തേങ്ങ ചമ്മന്തി. ഇതൊക്കെ ടീനയുടെ സ്പെഷ്യലാണ്. ഇതൊക്കെ ഇവിടെ റെഡിയാക്കിയതാ. ഇതിന്റെയൊക്കെ റെസിപ്പി വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്താൽ മതി, തൊട്ടുപുറകെ ഇട്ട് വരുന്നതായിരിക്കും. പടിപൊളി ചമ്മന്തി നോക്കിയേ, കാണിച്ചു തരാം. നല്ല നോക്കിയേ, നല്ല എന്താ പറയാ, നല്ല തിക്കായിട്ടിരിക്കണം. എന്താ കറക്റ്റ് കടയിൽ നിന്നൊക്കെ കിട്ടുന്ന ആ ടേസ്റ്റില് വെറൈറ്റി ആയിട്ടുള്ള ചമ്മന്തിയാണ്. കിടുകാന്ന് പറഞ്ഞിരിക്കണം. അപ്പൊ ഞങ്ങൾ കഴിച്ചിട്ട് ഇത് കഴിഞ്ഞിട്ടേ കൊച്ചിന്റെ സ്കൂളിലത്തെ വായനാ ദിനത്തിന്റെ ഒരു ചെറിയൊരു സംഭവം ശരിയാക്കണം. അത് കഴിഞ്ഞിട്ട് അത് ശരിയാക്കാനുള്ള ഒരു അത് കഴിഞ്ഞിട്ട് അത് ചെയ്യാം. അപ്പൊ അതെന്താന്ന് കാണിച്ചു തരാം. അപ്പോ പിള്ളേർക്കൊക്കെ ക്ലാസ്സിൽ വായനാ ദിനത്തിന്റെ അന്ന് എല്ലാ പിള്ളേർക്കും ഉണ്ടാവുമായിരിക്കും പ്ലക്കാർഡ് പോലെയൊക്കെ ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ മോക്ക് പ്ലക്കാർഡ് ചെയ്യാൻ വേണ്ടിയാണ് കൊടുത്തു വിട്ടേക്കണം. അപ്പൊ അത് ചെയ്യാൻ വേണ്ടിയിട്ട് ഉള്ള പരിപാടിയിലാണ്. അപ്പോൾ എല്ലാ പേരൻസിനും എന്താ ക്ലാസ്സൊക്കെ കേൾക്കണാൽ ഇങ്ങനെ ഓരോരോ പണി ഉണ്ടാവുമല്ലോ. അപ്പൊ നമുക്കൊരു നേരം പോക്കുമായി, അവർക്ക് ക്ലാസ്സിൽ കൊണ്ടുള്ള സംഭവമായി. ഇപ്പൊ ഒരു ചാർട്ട് പേപ്പർ എടുത്തിട്ടുണ്ട്. അതിൽ എന്റെ ഐഡിയയിൽ കിട്ടുന്ന രീതിയിൽ ചെയ്യാൻ ഓർത്തിരിക്കണേ. അപ്പോ എല്ലാവർക്കും സേഫ് അല്ലേ, സുഖമല്ലേ, എല്ലാവരും സുഖമായിട്ടിരിക്കണമെന്ന് വിചാരിക്കുന്നു. വേറെ ഒന്നല്ല ചോദിക്കാൻ കാര്യം, ഇവിടെ എല്ലാവർക്കും പനിയൊക്കെ ആയിരുന്നു. അപ്പൊ മോന് പനിയായി. ആദ്യം മോക്ക് തുടങ്ങി, അവസാനം ടീനക്കായി, കഴിഞ്ഞ ടീനക്കായി കഴിഞ്ഞിട്ട് എനിക്ക് വന്നു. അപ്പൊ മോന് പനിയാണ്. അപ്പൊ അങ്ങനെ എനിക്കൊന്നും എല്ലാവരും സേഫ് ആയിട്ടിരിക്കുക, തണുത്ത കുടിക്കാതിരിക്കുക, വെള്ളം തിളപ്പിച്ചാൽ കുടിക്കുക. അപ്പൊ നമുക്കിത് ശരിയാക്കിയാലോ. അപ്പോ പ്ലക്കാർഡ് ഉണ്ടാക്കാൻ വേണ്ടി കാർട്ടൺസ് എന്ന് പോട്ടെ, മറ്റേ ചാർട്ട് പേപ്പർ ഒട്ടിക്കാൻ വേണ്ടിയിട്ട് കാർട്ടൺസ് തപ്പി നോക്കിയപ്പോഴത്തേക്കും കിട്ടിയത് നമ്മൾ നേരത്തെ മോന്റെ ബർത്ത്ഡേക്ക് കേക്ക് വാങ്ങിച്ച അതിന്റെ കവറ കിട്ടിയ. അപ്പൊ അത് ഇതേപോലെ ഒരു ഷേപ്പിൽ കട്ട് ചെയ്തെടുത്ത്, അപ്പൊ ഒരു സൈഡിൽ ഇങ്ങനെ ഡിസൈൻ ഒക്കെ ഉണ്ടാവില്ല, ഇങ്ങനെ ഏത് ആ ബേക്കറിയുടെ പേരും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അതൊക്കെ അങ്ങനെ കവർ ചെയ്തിട്ടുണ്ട്. അത് കവർ ചെയ്യാൻ വേണ്ടി ആ ചാർട്ട് പേപ്പർ ഇട്ട് മറക്കണേണ്. അട്ടോ ഒന്ന് ചുറ്റിയൊന്ന് പശ തേച്ചെടുത്തിട്ടുണ്ട്. അതൊന്ന് ഇങ്ങനെ ഒട്ടിച്ചെടുക്കാം. കാണുമ്പോൾ ഒരു ഭംഗി ഉണ്ടാവുമല്ലോ. ചുറ്റൊന്ന് ഒട്ടിച്ചെടുക്കാം. അപ്പോൾ നിങ്ങൾ കണ്ടു പഠിച്ചാൽ നിങ്ങൾക്ക് ഇതേപോലെ ഉപകാരപ്പെടും എന്ന് വിചാരിക്കുന്നു. പശ വരുന്നില്ലല്ലോ. അപ്പോ അതെ, നമ്മുടെ പിള്ളേർക്ക് വായനാ ദിനത്തിന് വേണ്ടിയുള്ള പ്ലക്കാർഡിന്റെ സംഭവം റെഡി ആക്കിയിട്ടുണ്ട്. ഏകദേശം ഇതേപോലെയൊക്കെ ആയിട്ടുണ്ട്. കൊള്ളാമോ സംഭവം? കൊള്ളാമോ അല്ലേ? കൊള്ളാമെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യാനും അതേപോലെ തന്നെ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. ഈ മേലിൽ കുറച്ച് പണി കൂടെ ഉണ്ട്. വായനാ ദിനം. വായന ദിനം. ഓക്കെ, അപ്പൊ അത് എഴുതിയിട്ടുണ്ട്. ഇത് ഇത്രയും മതിയാവുമെന്ന് വിചാരിക്കുന്നു.
മതിയാവൂലേ? ഓക്കെ. അപ്പോ നമ്മുടെ ഈ വീഡിയോ ഇത്രേ ഉള്ളൂ. പുതിയ വീഡിയോയുമായി വീണ്ടും വരുന്നവരും എല്ലാവർക്കും നല്ലൊരു ദിനാശംസയുണ്ട്. വീഡിയോ നിർത്തുന്നു. ബൈ.